അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഏത് പോർഷനാണ് ലൈറ്റനിങ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംപ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻകാൻസൻ ലാമ്പ്. എന്താണ് ഇൻകാൻസൻ ലാമ്പ്? നമ്മുടെ സാധാരണ ഫിലമെൻ്റ് ലാംപ്സ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻകാൻസൻ ലാമ്പ് എന്ന് പറയുന്നത്. ഇൻകാൻസൻ ലാമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻ നോർമൽ വോൾട്ടേജസ് ദ ഫിലമെൻറ്റ് ബിക്കം വൈറ്റ് ഹോട്ട് ആൻഡ് ഗീവ്സ് ഔട്ട് ലൈറ്റ്. സച്ച് ബൾബ്സ് ആർ കോൾഡ് ഇൻകാൻസൻ ലാംപ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? സാധാരണ വോൾട്ടേജിൽ എന്ത് ചെയ്യും? അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിലമെൻറ്റ് വൈറ്റ് ഹോട്ട് ആവുകയും അത് വൈറ്റ് ലൈറ്റ് നമുക്ക് തരികയും ചെയ്യും. ഇത്തരം ബൾബുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻകാൻസൻ ലാംപ്സ്. എന്താണ്? നോർമൽ വോൾട്ടേജിൽ അതെന്താവും? വൈറ്റ് ഹോട്ട് ആവുകയും വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇത്തരം ലാംപ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻകാൻസൻ ലാംപ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിലമെൻറ്റ് ടങ്സ്റ്റൻ എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്? ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെൻറ്റ് ടങ്സ്റ്റൻ എന്ന് പറയുന്ന മെറ്റൽ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ടങ്സ്റ്റൻ ഉപയോഗിക്കാൻ കാരണം? ടങ്സ്റ്റൻ ക്യാൻ ബിക്കം വൈറ്റ് ഹോട്ട് ആൻഡ് എമിറ്റ് വൈറ്റ് ലൈറ്റ് ഫോർ എ ലോങ് ടൈം. ടങ്സ്റ്റൻ എന്താവാൻ സാധിക്കും? വൈറ്റ് ഹോട്ടായിട്ട് വൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യാം? ഒരുപാട് നേരത്തേക്ക് ലോങ് ടൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ടങ്സ്റ്റൻ ഉണ്ട്. അതുകൊണ്ടാണ് ടങ്സ്റ്റനെ നമ്മൾ ഇതിനകത്ത് ഫിലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ കുറയ്ക്കാൻ വേണ്ടി ടങ്സ്റ്റൻ്റെ ഓക്സിഡേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? നമ്മുടെ ഈ ബൾബ് ഇവാക്വേറ്റ് ചെയ്യും. ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ടങ്സ്റ്റൻ ദ ബൾബ് ഈസ് ഇവാക്വേറ്റഡ്. ടങ്സ്റ്റൻ്റെ ഓക്സിഡേഷൻ തടയുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ബൾബ് ഇവാക്വേറ്റ് ചെയ്യും. അതായത് അതിനകത്തുള്ള എയർ മുഴുവൻ ഇവാക്വേറ്റ് ചെയ്ത് അതിനെ വാക്വമാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനകത്ത് വേപ്പറൈസേഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇനേർട്ട് ഗ്യാസ് നിറയ്ക്കും. ഇനേർട്ട് ഗ്യാസസിൻ്റെ പ്രത്യേകത എന്താണ്? അവർ ആരുമായിട്ടും റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇനേർട്ട് ഗ്യാസസ് ലോ പ്രഷറിൽ നമ്മൾ ഇതിനകത്ത് നിറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇൻകാൻസൻ ലാമ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫിലമെൻറ്റ് ടങ്സ്റ്റൻ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ടങ്സ്റ്റൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വൈറ്റ് ഹോട്ടായിട്ട് എന്ത് സാധിക്കും? വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഒരുപാട് നേരത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ? ഓക്സിഡേഷൻ്റെ ടങ്സ്റ്റൻ്റെ ഓക്സിഡേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? ബൾബ് ഇവാക്വേറ്റ് ചെയ്യും. അതേപോലെ തന്നെ വേപ്പറൈസേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി അതിനകത്ത് എന്ത് ചെയ്യും? ഇനേർട്ട് ഗ്യാസസ് നിറയ്ക്കും. എന്ത്? ലോ പ്രഷറിൽ ഇനേർട്ട് ഗ്യാസസ് നിറയ്ക്കും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ചാർജ് ലാംപ്സ് ആണ്. ഡിസ്ചാർജ് ലാംപ്സ് അടുത്ത ടൈപ്പ് ലാംപ്സ് ആണ്. കുറച്ച് ഡിസ്ചാർജ് ലാംപ്സിൻ്റെ നമ്മൾ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെൻ്റ് ലാമ്പ്, CFL. ഇതിൽ ലാസ്റ്റത്തെ രണ്ടെണ്ണം അഥവാ ഫ്ലൂറസെൻ്റ് ലാമ്പും CFL നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആദ്യത്തെ രണ്ടെണ്ണം അത്ര കാണാൻ സാധ്യതയില്ല. ഈ എല്ലാ ലാമ്പും ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ലാംപ്സ് എല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഇവർ ഈ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി എന്താണ് ഡിസ്ചാർജ് ലാംപ്സ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത്? ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് രണ്ട് ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഡിസ്ചാർജ് ലാമ്പിൻ്റെ ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഒരു ഗ്ലാസ് ട്യൂബ് കാണും. ആ ഗ്ലാസ് ട്യൂബിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് എന്ത് കാണും? രണ്ട് ഇലക്ട്രോഡ് കാണും. ഇതാണ് എന്ത്? ഡിസ്ചാർജ് ലാമ്പിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഇനി എങ്ങനെയാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ഇതിന് രണ്ടറ്റത്തായിട്ട് രണ്ട് ഇലക്ട്രോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുവഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മുടെ ഈ ഗ്ലാസ് ട്യൂബിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് നിറച്ച് ഗ്യാസ് നിറച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രോഡ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗ്യാസിന് അതിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് വിട്ടുകൊടുക്കും. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ഗ്യാസ് മോളിക്യൂള് എക്സൈറ്റഡ് ആവും. ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഗ്യാസ് മോളിക്യൂൾ എക്സൈറ്റ് ആവും. ഈ എക്സൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് ഈ മോളിക്യൂൾ സ്വീകരിച്ച് അവർ ലോവർ എനർജി ലെവലിൽ നിൽക്കുന്ന അവർ ഹയർ എനർജി ലെവലിലോട്ട് പോകും. ഈ എനർജി സ്വീകരിച്ച് അവർ ഹയർ എനർജി ലെവലിലോട്ട് പോകും. ഇതിനെയാണ് ഈ ഹയർ എനർജി ലെവലിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഈ എക്സൈറ്റഡ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സൈറ്റഡ് ആയ ആറ്റംസിനൊന്നും എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല? അവിടെ അധിക നേരം നിൽക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് അൺസ്റ്റേബിളാണ്. അവർക്ക് അവിടെ സ്റ്റെബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? തിരിച്ച് അവരുടെ ലോവർ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട്
സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരണം. അപ്പോൾ അങ്ങനെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർ ആ എടുത്ത അത്രയും എനർജി, അതായത് ആ ഹയർ എനർജി ലെവലിലോട്ട് പോകാനെടുത്ത അത്രയും എനർജി അവരെന്ത് ചെയ്യണം, പുറത്ത് റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്ത ആ എനർജി അത്രയും കളഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ലോവർ എനർജി സ്റ്റേറ്റ് അഥവാ ഒറിജിനൽ എനർജി ലെവലിലോട്ട് അല്ലെങ്കിൽ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് അവർക്ക് തിരിച്ചെത്തി സ്റ്റേബിൾ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഈ എനർജി പുറത്തോട്ട് കളയും. എന്ത് രീതിയിലാണ്, ലൈറ്റിൻ്റെ ഫോമിലാണ് അവർ ഈ എനർജി പുറത്തോട്ട് കളയുന്നത്. അവരിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ആ ഹയർ എനർജി ലെവലിലുള്ള ആറ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എനർജി എങ്ങനെയാണ്, ലൈറ്റിൻ്റെ ഫോമിലാണ് അവർ റേഡിയേറ്റ് ചെയ്യുന്നത്. സോ ആ ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഡിസ്ചാർജ് ലാമ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫങ്ഷനിങ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് 2 ഇലക്ട്രോഡ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ട്യൂബിനകത്ത് നിറച്ച് നമ്മൾ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണ് ഒരു ഹൈ വോൾട്ടേജ് ഈ ഗ്യാസിലോട്ട് അപ്ലൈ ചെയ്യുന്നതെന്ന സമയത്ത് ഈ മോളിക്യൂൾസ് എക്സൈറ്റഡ് ആവും. ഈ എക്സൈറ്റഡ് ആയ ആറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ എനർജി ലെവലിലോട്ട് പോകും. പക്ഷേ ഹയർ എനർജി ലെവൽ എന്താണ്, അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് എത്തണം. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർ ആ ഒരു ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് പോയപ്പോൾ എടുത്ത അത്രയും എനർജി എന്ത് ചെയ്യണം, അവർ പുറത്ത് കളയണം. ആ പുറത്ത് കളയുന്നത് എങ്ങനെയാണ്, ലൈറ്റിൻ്റെ ഫോമിലാണ്. അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന എനർജി എന്താവും, ലൈറ്റിൻ്റെ ഫോമിൽ അവർ റേഡിയേറ്റ് ചെയ്ത് കളയും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്ചാർജ് ലാമ്പുകൾ ഫങ്ഷൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് LED ബൾബ്സ് ആണ്. LED ഫുൾ ഫോം എന്താണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഈ LED ബൾബ്സിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ബൾബ്സ് ആണ് എന്ന് പറയുന്നത് LED ബൾബ്. നമ്മുടെ ക്യാൻസർ ലാംപ്സിനെക്കാളും ബാക്കിയുള്ള എന്ത് ചെയ്യുന്നുണ്ട്, CFL പോലുള്ള ലാംപ്സിനെക്കാളും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലാമ്പാണ് അല്ലെങ്കിൽ ബൾബാണ് ഏതെന്ന് പറയുന്നത് LED ബൾബ് എന്ന് പറയുന്നത്. അതായത് LED ബൾബിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. LED ബൾബിൽ എന്തില്ല, ഫിലമെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, ഹീറ്റിൻ്റെ ഫോമിൽ നമുക്ക് എനർജി ലോസ് ഇല്ല. അഥവാ ഹീറ്റിൻ്റെ ഫോമിൽ നമുക്ക് ഒരു എനർജിയും ലോസ് ആകുന്നില്ല. അതിനകത്ത് മെർക്കുറി ഇല്ല. കാരണം നമ്മുടെ CFL അല്ലെങ്കിൽ ബാക്കിയുള്ള ലാമ്പ് അതുപോലത്തെ ലാമ്പിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെർക്കുറി കോട്ടിംഗ് ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ LED ബൾബിനകത്ത് എന്തില്ല, ഒരു മെർക്കുറിയുടെ കോട്ടിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, എൻവയോൺമെൻറ്റിന് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ല. ഈ മെർക്കുറി വളരെ പോയിസണസ് ആണ്. അപ്പം നമ്മുടെ ഈ CFL പോലുള്ള ലാംപ്സൊക്കെ നമ്മൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, കളയും. അപ്പോൾ അത് മണ്ണിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം പോയിസണസ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് അത് എൻവയോൺമെൻറ്റിന് ഹാംഫുൾ ആണ്. നമ്മുടെ LED എന്തില്ല, ഇങ്ങനെ മെർക്കുറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതെന്താണ്, എൻവയോൺമെൻറ്റിന് വളരെ സേഫാണ്. അതുപോലെ തന്നെ LED ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നതാണ് അത് ലോ പവർ കൺസപ്ഷൻ. ബാക്കിയുള്ള ലാംപ്സിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് എന്ത് ചെയ്യുള്ളൂ, പവർ മാത്രമേ ആർക്ക് ആവശ്യമുള്ളൂ, LED വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ വളരെ ഹൈ എഫിഷ്യൻസിയും ആർക്കുണ്ട്, LED ബൾബ്സിനുണ്ട്. ഒരു അഡ്വാൻറ്റേജസ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ഒരു LED പാർട്സാണ് അടുത്തായിട്ട് പറയുന്നത്. ഈ പാർട്സ് ജസ്റ്റ് പേരുകൾ മാത്രം ഒന്ന് വായിച്ചു വെച്ചേക്കുക. എന്തൊക്കെയാണ്, ബേസ് യൂണിറ്റ് ഉണ്ടായിരിക്കും, ഒരു ഹീറ്റ് സിങ്ക് ഉണ്ടായിരിക്കും, ഒരു ബേസ് പ്ലേറ്റ്, അതേപോലെ തന്നെ ഒരു പവർ സപ്ലൈ ബോർഡ്, ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഒരു ഡിഫ്യൂസർ കപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ LED ബൾബിൻ്റെ പ്രധാന പാർട്സ്. അപ്പോൾ ഈ LED അഡ്വാൻറ്റേജസും ഈ പാർട്സും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ ഒരു 1-2 മാർക്കിന് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. തുടർന്നും ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.